ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വേൾഡ് കപ്പ് സ്പെഷ്യൽ കുക്കീസ് റെഡി ആക്കിയാലോ. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് റെഡിയാക്കാം. വാനില ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കുക്കീസാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലായ ബട്ടർ വേണം ചേർക്കാനായിട്ട്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബീറ്റർ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കൊരു വിസ്ക് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലായ ബട്ടർ തന്നെ വേണം എടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ കൊണ്ട് ഇതേപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പാറ്റുല വെച്ചായാലും മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് മൈദക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ഇതേപോലെ ചേർത്തെടുക്കാവുന്നതാണ്. നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് മാവ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ച് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത മാവിൻ്റെ കുറച്ച് പോർഷൻ ഞാനിവിടെ മാറ്റുന്നുണ്ട്. നമ്മുടെ കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇങ്ങനെ എടുത്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ ഈ കൊക്കോ പൗഡറും മൈദ മാവൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വീഡിയോ കാണുന്ന രീതിയിൽ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വാനില ഫ്ലേവറിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് നമുക്ക് ബോൾസ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളത്. ഈ ഒരു പരിപാടി നമുക്ക് കുട്ടികൾക്കും ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വാനില ബോൾസും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് തന്നെ കാണാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കീസ് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഓവൻ സെറ്റപ്പിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ചോക്ലേറ്റ് ബോൾസും വാനില ബോൾസും സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം സെൻട്രലായിട്ട് ചോക്ലേറ്റ് ബോൾസും പിന്നെ ചുറ്റിനും വാനില ബോൾസും പിന്നീട് നമ്മൾ ചോക്ലേറ്റും വാനില മിക്സ് ചെയ്താണ് വെക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് ഒരു വെയിറ്റ് ഉള്ള പരന്ന പാത്രം വെച്ച് ഇതേപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ട് കട്ടറോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫുട്ബോൾ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ കുക്കീസും ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ ഓവനിലാണ് ഈ കുക്കീസ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു വലിയ ട്രേയിൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഓവൻ സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 3 കുക്കീസ് വെച്ചാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കുക്കീസിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഇപ്പോൾ നമ്മൾ കുറച്ച് കുക്കീസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 കുക്കീസാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പിനായിട്ട് പഴയൊരു ചീനച്ചട്ടി ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് നമ്മുടെ കുക്കീസിൻ്റെ ട്രേ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. 25-30 മിനിറ്റിൽ നമ്മുടെ കുക്കീസൊക്കെ നമുക്കിവിടെ ബേക്കായി കിട്ടും.
നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് തുറന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ചെറിയൊരു സോഫ്റ്റ്നെസ് നമ്മുടെ കുക്കീസിന് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസായിട്ട് നമുക്ക് കിട്ടും. ചെറുതായിട്ട് ചൂടാറിയപ്പോൾ തന്നെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇങ്ങനെ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതായിപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് കുക്കീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ റീൽസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ കുക്കീസ് ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട്. ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്നത് ഒരു ടാസ്ക് ആയിരുന്നെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് ഈ കുക്കീസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയില്ലാതെയുമാണ് നമ്മൾ ഈ ഫുട്ബോൾ കുക്കീസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. ഇപ്പോൾ ഫുട്ബോൾ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഈ ഫുട്ബോൾ കാണുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. നമ്മളിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന പോർഷൻ ചേർത്തിട്ട് ഞാൻ കുക്കീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കുക്കീസ്. ഈ കുക്കീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.